ഇന്ന് ചൊവ്വാഴ്ച മാർച്ച് 25 അൻപോട് കൺമണി ബിഗ് ബെൻ OTT അപ്ഡേറ്റുകളടക്കം ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും പുതിയ അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, അർജുൻ അശോകൻ നായകനായ അവറേജ് അഭിപ്രായം നേടിയ മലയാളം ഫാമിലി ഡ്രാമ ചിത്രമാണ് അൻപോട് കൺമണി. ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്നൊരു മലയാളം ചിത്രം സി സ്പേസിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. അടുത്തത് മലയാളത്തിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്ത രണ്ട് അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ലഗം എന്ന തെലുങ്ക് റൊമാൻറ്റിക് ഫാമിലി ചിത്രം ഇന്നലെ ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലും കൂടെ OTT റിലീസ് ആയിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ മിക്സഡ് ടു പോസിറ്റീവ് അഭിപ്രായം നേടിയ പീരീഡ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വിടുതലൈ 2. നേരത്തെ ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്ത ഈ സിനിമ മലയാളം, കന്നഡ ഭാഷകളിലും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. മിക്സഡ് ആവറേജ് അഭിപ്രായം നേടിയ മലയാളം ഫാമിലി ത്രില്ലർ ചിത്രമാണ് ബിഗ് ബെൻ. ചിത്രം മാർച്ച് 28 സൺ നെക്സ്റ്റിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടെത്തുന്ന നിക്കോൾ കിഡ്മാൻ അഭിനയിക്കുന്ന ഹോളണ്ട് എന്ന ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ചിത്രം മാർച്ച് 27 ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. വിമൽ നായകനാകുന്ന പുതിയ തമിഴ് ക്രൈം ഫാന്റസി സീരീസാണ് ഓം കാളി ജയ് കാളി. മാർച്ച് 28 ഈ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ വർഷം ഇറങ്ങിയ ഡീസന്റ് അഭിപ്രായം നേടിയ മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്ന റൊമാൻറ്റിക് കോമഡി തമിഴ് ചിത്രം ഇന്ന് ടെന്റ് കോട്ട സിംപ്ലി സൗത്ത് ആമസോൺ പ്രൈം ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജീവ, അർജുൻ ഷാർജ, റാഷി ഖാന ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഈ വർഷം തിയേറ്ററിലേക്ക് എത്തി വിജയിക്കാൻ സാധിക്കാതെ പോയ ഫാന്റസി ഹൊറർ തമിഴ് ചിത്രമാണ് അഗതിയ. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ഈ സിനിമ മാർച്ച് 28 സൺ നെക്സ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു മലേഷ്യൻ തമിഴ് ത്രില്ലർ ചിത്രമാണ് വിജയ് LLB ദ അഡ്വക്കേറ്റ്. ഈ സിനിമ മാർച്ച് 28 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സെമ്പിയൻ മദവി എന്ന തമിഴ് ചിത്രം മാർച്ച് 28 രാജ് TVയിലൂടെ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് കോമഡി സീരീസാണ് സെറുപ്പുകൾ ജാഗ്രതൈ. സീരീസ് മാർച്ച് 28 Z5ലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. നേരത്തെ വിദേശത്ത് OTT റിലീസ് ചെയ്ത തിയേറ്ററിൽ വിജയിച്ച ഹോളിവുഡ് ഫാന്റസി അനിമേഷൻ ചിത്രമാണ് മുഫാസ ദ ലയൺ കിങ്. ചിത്രം നാളെ മാർച്ച് 26 ഉച്ചയോടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യയിലടക്കം തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് സോഫിയ കാർസൺ അഭിനയിക്കുന്ന ദ ലൈഫ് ലിസ്റ്റ് എന്ന ബ്രിട്ടീഷ് റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രം മാർച്ച് 28 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നതാണ്. ഗാന്ധി താത്ത ചേട്ടു എന്നൊരു തെലുങ്ക് ഡ്രാമ ചിത്രവും നൊഡിയുടെ വാരു എനന്തര എന്നൊരു കന്നഡ ഡ്രാമ ചിത്രവും ഇപ്പം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അടുത്തത് കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തിയ എന്റർടൈൻമെന്റ് തെലുങ്ക് ചിത്രമാണ് മസാക്ക. ചിത്രം ഈ വരുന്ന വെള്ളിയാഴ്ച മാർച്ച് 28 Z5ലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ്, അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാരൊക്കെ ചേർന്ന് അഭിനയിച്ച മോശമല്ലാത്ത അഭിപ്രായവും കളക്ഷനും നേടിയ എന്റർടൈൻമെന്റ് മലയാളം ചിത്രമാണ് ബ്രോമാൻസ്. ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധമായ ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ നിലവിൽ പുറത്തുവരുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഏപ്രിൽ മാസം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തേക്കും എന്നാണ്. റിപ്പോർട്ട് ശരിവെക്കുന്ന രീതിയിൽ ചിത്രത്തിന്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപനം വരും ദിവസങ്ങളിലായിട്ട് ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടേക്കുന്നതാണ്.